നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ് മൈൻഡ്, ബോഡി, സ്പിരിറ്റ്. ഇത് നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് യൂണിവേഴ്സിനോട് ചോദിക്കാം. ആദ്യത്തെ കാർഡ് നമ്മുടെ മൈൻഡിന് വേണ്ടിയുള്ള കാർഡാണ്. എംപറർ എന്ന മേജർ ആർക്കാന കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ മനസ്സ് ചിന്തിക്കുന്നത് അധികാരം, ഘടന, നേതൃത്വം, ശക്തമായ അടിത്തറ ഇവ വേണമെന്നാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതിലൂടെ വിജയം വരണമെന്നും നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാർഡ് നമ്മുടെ ബോഡിക്ക് വേണ്ടിയാണ് എടുത്തത്. ദ ചാരിയറ്റ് എന്ന മേജർ ആർക്കന കാർഡ് തന്നെയാണ് അവിടെയും വന്നിരിക്കുന്നത്. ശരീരം ഒരു പോരാളിയെ പോലെ നീങ്ങുവാൻ ആഗ്രഹിക്കുന്നു. വിജയം വേണമെന്നും ആഗ്രഹിക്കുന്നു. അതിനുള്ള ഇച്ഛാശക്തിയും അഭിലാഷ പൂർത്തീകരണവും ഇതിന് വേണ്ടി ബോഡി ആഗ്രഹിക്കുന്നു. ഇനി നമ്മുടെ സ്പിരിറ്റ്, ആത്മാവ് എന്ത് ചിന്തിക്കുന്നു എന്ന് നോക്കാം. എയ്റ്റ് ഓഫ് സോഡ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. ആത്മാവ് ഒരു നിയന്ത്രിത തടവിലാണ് നിൽക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയ ഒരു സ്വയം തടവാണ് ആത്മാവിൽ നിൽക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്ന് പറയുന്നു. നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ആത്മാവിനെ ഇതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാം. നമ്മുടെ വേഗത, ഘടന, പ്രവർത്തനം അല്ലെങ്കിൽ നടപടി ഇതൊക്കെ നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കുമെന്നും അതിന് വിജയം വരുമെന്നാണ് ഈ 3 കാർഡുകൾ കൂട്ടി വായിക്കുമ്പോൾ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.